എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഓണത്തലേന്ന് എന്ന ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ ചേച്ചി എഴുതിയ നോവലായിട്ട് തുടരുന്നു. 3-ാം ഭാഗം. വത്സലയോടൊപ്പം തളത്തിലെത്തിയതും പത്മിനി അടുത്തെത്തി. അമ്മ ഉറങ്ങിയോ? ഇല്ല കുട്ടി, ഒന്ന് മയങ്ങിയതാ. പഴനുറുക്ക് തിന്നേൻ്റെ ഒരു മന്തിപ്പ്. ഇനി എത്ര ഓണം ഉണ്ടാവുമോ? അതിനെന്താ, അമ്മയ്ക്ക് വലിയ അസുഖ്യതയൊന്നും ഇല്ലല്ലോ. ഒന്നിനും മുട്ടുമില്ല പത്മിനി. എന്നാലും മതിയെന്ന് തോന്നി തുടങ്ങി കുട്ടിയെ. ഒന്നും ചെയ്യാൻ വയ്യ. മുറ്റത്തിറങ്ങി പുല്ല് പറിക്കാനാവതുണ്ടായാൽ മതിയായിരുന്നു. തലചുറ്റൽ കാരണം അതിനും വഹിക്കണില്ലല്ലോ. നല്ല കാലത്ത് ഭാഗവതോ നാരായണിയോ ഒക്കെ വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ ആ വഴിയിൽ പോവായിരുന്നു. അതുണ്ടായില്ല. കുറേ നാമം ചൊല്ലും, പിന്നെ ഈ കിടപ്പന്നെ. അരിയേറ്റാലല്ലേ ഭഗവാൻ കൊണ്ടുപോകും. കിടത്താണ്ട് കൊണ്ടുപോകണമെന്ന പ്രാർത്ഥന. അമ്മ അതൊന്നും ആലോചിക്കണ്ട. ദൈവം അമ്മയെ കഷ്ടപ്പെടുത്തില്ല. നല്ല കാലത്ത് കുറേ കഷ്ടപ്പെട്ടതല്ലേ. ഏടത്തിമ്മ കൊണ്ടുവന്ന തുണിത്തരങ്ങൾ നോക്കുമ്മേ. വത്സല പാക്കറ്റുകളുമായി എത്തി. എൻ്റെ പപ്പേ, എൻ്റെ അലമാരി നിറച്ചു മുണ്ടോളാ. പുറത്തേക്ക് ഇറക്കമില്ല. എന്തിനാ അങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട്? അമ്മേ, ഓണത്തിനല്ലേ എടുക്കണുള്ളൂ പത്മിനി. ഓണത്തിനായാലും എല്ലാ മക്കളുടെ വകയും കൂടെ ആവുമ്പോൾ കുന്നുകൂടാ. ഞാൻ മാത്രമില്ല കേട്ടോ ഏടത്തിയമ്മേ. ഞാൻ ഒരു തുണി പോലും അമ്മയ്ക്കെടുത്ത് കൊടുക്കാറില്ല. അമ്മയുടെ ഇസ്കും അമ്പലത്തിൽ പോവാനും വീട്ടിലെടുക്കാനും ഒക്കെ വത്സല. അതിനെന്താ വത്സലേ, അമ്മയ്ക്ക് വയസ്സുകാലത്ത് ചുട്ട വെള്ളം കൊടുക്കാനുള്ള ഭാഗ്യം നിനക്കല്ലേ. അത് നിർത്തേണ്ട മട്ട കാണുന്നത്. നിൻ്റെ കണവൻ എഴുന്നള്ളൂത്രേ. വിസ കാലാവധി കഴിഞ്ഞത്രേ. സച്ചുവേട്ടൻ്റെ അടുത്ത് ചെന്ന് ബഹളം വെച്ചു എന്ന് പറഞ്ഞു. നിന്നെ ഞങ്ങളൊക്കെ കൂടെ വീടിൻ്റെ കെയർടേക്കറും അമ്മയുടെ ഹോം നഴ്സും ആക്കി വെച്ചേക്കാം അത്രേ. അയാൾ വന്ന് വിളിച്ചാൽ പിന്നാലെ പൊക്കോ. ഞാനും മക്കളും ഇങ്ങോട്ട് മാറിക്കോളാം. ശോഭനാലയെ ഒന്ന് അടിച്ചു തുടയ്ക്കണം, വിളക്ക് വെക്കണം. അതൊക്കെ കുട്ടികൾ ചെയ്തോളും. അമ്മയ്ക്ക് പകൽ തുണയ്ക്ക് കൊല്ലത്തി പാറു വന്നിരിക്കും. അത് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നീ കഴുത്തിലെയും കാതിലെയും ഒക്കെ അഴിച്ചു മാറ്റിക്കോളാം. അതിലോട്ടാ നോട്ടം. നിന്നെ ഏട്ടൻ വിളിക്കാണ്ടിരിക്കില്ല പത്മിനി. ഈ മഹാപാപി ചത്തുപോയെങ്കിൽ എനിക്ക് എത്ര സമാധാനം ഉണ്ടായിരുന്നു ഏടത്തിയമ്മേ. വത്സല കണ്ണു തുടച്ചു. അങ്ങനെ പറയില്ലേ വത്സലേ, ഇതിലും വലിയ ദുരിതമല്ലേ നിൻ്റെ അമ്മ കഴിച്ചു കൂട്ടിയത്. 7 മക്കളെ വളർത്തി ഉണ്ടാക്കിയില്ലേ ആരുടെയും തുണയില്ലാതെ. ഇന്ന് 7ഉം ഏതാ മെച്ചം എന്നുള്ള നിലയ്ക്ക് അമ്മയെ കൊണ്ട് നടക്കണ കാണില്ലേ. നിനക്ക് ആങ്ങളാരുണ്ടല്ലോ സഹായിക്കാൻ. മക്കള് വെള്ളം തോന്നുന്ന നിൻ്റെ ദുരിതം തീരും പത്മിനി. അമ്മേ, ഞങ്ങൾ വടക്കോരത്തേക്ക് പോവാ. കായ തൊലി പൊളിച്ച് വറുക്കണം. പുളിയിഞ്ചിയും കാളനും അടുപ്പത്ത് കയറ്റണം. അമ്മ അവിടെ വന്നിരിക്കണുണ്ടെങ്കിൽ ഭദ്രക്കുട്ടിയോട് ഒരു കസേര കൊണ്ടിടാൻ പറയാം വത്സല. 4 ആൾ കണ്ടിരിക്കാലോ. പത്മിനി കയ്യും പിടിച്ച് വടക്കോരത്തേക്ക് നടന്നു. നാരങ്ങ മുറിക്കാനും കൂടി ഉപകാരമില്ല. നെടുവീർപ്പിട്ടു. ബൈക്ക് വന്ന് നിന്നു. വിനുക്കുട്ടൻ ചാടി തുള്ളി വന്നു. അച്ഛൻ്റെ അടുത്ത് സൽക്കാരം കഴിഞ്ഞ് വന്നോ വത്സല? ഉവ്വ്, വയറ് നിറച്ച് തന്നു തള്ള. അച്ഛൻ അവർക്കൊറ്റ പൈസ കൊടുക്കാറില്ല അത്രേ. പേർഷ്യക്കാരെ അളിയന്മാരൊക്കെ ഉണ്ടായിട്ട് ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന ആക്ഷേപവും. ഞാൻ അവിടുന്ന് പച്ചവെള്ളം കുടിച്ചില്ല വിനു. ആരും പച്ചവെള്ളം തന്നില്ല എന്ന് പറയണതല്ലേ സത്യം ഭദ്ര. വത്സലേ, അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് മതി നിൻ്റെ ഓണം. കുട്ടാ, നിൻ്റെ ദേഷ്യം മാറ്റി വെച്ച് കിട്ടിയത് കഴിക്കപ്പനെ. എന്തേലും തരിയോ വമ്മേ, കൊടല് കരിയണു വിനു. വത്സല അവന് ഭക്ഷണം കൊടുക്കാൻ. എന്താ പപ്പ പറഞ്ഞത്? എനിക്കങ്ങോട്ട് മുഴുവൻ മനസ്സിലായില്ല. വത്സലയുടെ വേണു കുറച്ചായില്ലേ അവിടെ കിടന്ന് കെട്ടിത്തിരിയണു. ജോലി ആക്കി കൊടുക്കണതൊന്നും അവൻ്റെ സ്റ്റാറ്റസിനൊക്കണില്ല. ഇത്ര മടങ്ങി പോരേണ്ടി വരും. ഈ ആഴ്ചയിൽ വിസ കാലാവധി കഴിയും. ഈ തിരിഞ്ഞുകളിയുമായി നടക്കുന്നേ. കുടുംബത്തിൻ്റെ ചുമതല അളിയന്മാർ നോക്കൂലോ പത്മിനി. പാവം വത്സല. തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന വഴി 7 കുഞ്ഞുമക്കളും 1/2 പൈസയ്ക്ക് ഗുണമില്ലാത്ത ഭർത്താവും. മിക്കവാറും അമ്മയും മക്കളും അരപ്പട്ടിണി. അയലക്കത്തെ ദാച്ചേച്ചിയും കൃഷ്ണേട്ടനും ആവുന്ന സഹായം ചെയ്യും. എന്നാലും ഒരു ഭാഗ്യമുണ്ടായിരുന്നു. 7 മക്കളും ഒരു പരാതിയോ വാശിയോ ഏറമോ ഇല്ലാത്തവർ. മൂത്തോൻ സച്ചു 7-8 വയസ്സുള്ളപ്പോൾ അധ്വാനിക്കാൻ തുടങ്ങി. അന്നന്ന് തൊഴുത്തിൽ വീഴുന്ന ചാണകം കുത്തി ബക്കറ്റിലാക്കി ദാച്ചേച്ചി പുതിയത് വാങ്ങിയ പറമ്പിൽ കുഴിയിൽ കൊണ്ടിടും. ദാച്ചേച്ചിയുടെ മുറ്റത്തെയും ഇവിടത്തെയും ചവറടിച്ചുകൂട്ടി ആ കുഴിയിൽ കൊണ്ടിടും. ദാച്ചേച്ചിയുടെ പിന്നിലെ പുല്ല് പറിക്കാനും ഒക്കെ സഹായിക്കും. മാസാവസാനം ദാച്ചേച്ചി അവൻ്റെ കയ്യിൽ കാശ് കൊടുക്കും. കുഞ്ഞുമാളോ, നിൻ്റെ ഭാഗ്യം അവൻ.
അവനായിട്ട് നിൻ്റെ കഷ്ടപ്പാട് തീരും, ചാച്ചേച്ചി പറയും. സൈക്കിൾ ചവിട്ടാറായപ്പോൾ പേപ്പർ ഇടാൻ പോയി തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിലെ ഒരു കടയിൽ പണിക്ക് പോയി. കൂട്ടത്തിൽ ടൈപ്പ് പഠിത്തവും. കൂടെ പഠിക്കണ ഒരുത്തൻ്റെ ചേട്ടനെ ബോംബെക്ക് കൊണ്ടുപോയത്. അവിടുന്ന് ലോഞ്ചിൽ പേർഷ്യക്ക് കടന്നു. അപ്പോഴേക്കും താഴെയുള്ളവരും ഓരോ പണിത്തരങ്ങൾ പഠിച്ചു. 2 ആളെ അക്കരെ കടത്തി. പിന്നെ ജീവിതത്തിൽ കഷ്ടം അറിയേണ്ടി വന്നിട്ടില്ല. ദാമുവേട്ടൻ്റെ മുഖച്ഛായ അല്ലാതെ സ്വഭാവം ആർക്കും കിട്ടിയില്ല. ചാച്ചേച്ചിയുടെയും കൃഷ്ണേട്ടൻ്റെയും ഉപദേശവും സഹായവും കൂടി എല്ലാവരും നല്ല നിലയിലെത്തി. വത്സലയ്ക്ക് മാത്രമേ മോശമായുള്ളൂ. എന്നാലും അവൾക്കൊന്നിനും കഷ്ടമില്ല. ആങ്ങളമാർ പൊന്നുപോലെ നോക്കും. മകനാണ് ഇത്തിരി തലതിരിവ്. ഭദ്രക്കുട്ടി മിടുക്കത്തി, നന്നായി പഠിക്കും, നല്ല സ്വഭാവവും. ഈശ്വരൻ കാക്കട്ടെ. പ്രിയമുള്ളവരെ, ഓണത്തല്ലേന്ന് എന്ന ചെറിയ നോവൽ അല്ലെങ്കിൽ നോവലേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു കഥയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.